So, കഴിഞ്ഞ ഒരാഴ്ചയുടെ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് this is Redmi Earbuds 2C. So Redmi Earbuds 2C ഒരു നമുക്ക് വയർലെസ് ബ്ലൂടൂത്തിന്റെ ഒരു ഇയർബഡ്സ് ആണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഇതിനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ അൺബോക്സ് ചെയ്യണം, എന്നിട്ട് ബാക്കി റിവ്യൂസ് ചെയ്യാൻ പറ്റിപ്പോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. So first of all, box is a kind of simple type box ആണ്. So box ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഇയർബഡ്സിന്റെ ആ ബോക്സിന്റെ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ആക്ച്വലി നമ്മുടെ ബാക്ക് കവർ തുറക്കുന്നത് ബാക്ക് സൈഡ് തുറക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഇയർബഡ് സെറ്റ് ചെയ്യണം. ലാർജ് ആൻഡ് സ്മോൾ ആണ് കൊടുക്കുന്നത്. മീഡിയം ഇൻബിൽഡ് ആയിട്ട് ഇയർബഡ്സ് തന്നെ കൊടുത്തു വരുന്നുണ്ട്. സോ ഈ രണ്ട് സാധനങ്ങളും പിന്നെ കുറെ ഡോക്യുമെന്റേഷൻ ഇതിൽ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ യൂഷ്വലി കണ്ടിട്ട് ഒരു വലിയ പ്രയോജനം തന്നെ. കാരണം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഡോക്യുമെന്റേഷൻ യൂസ് ചെയ്യാമെങ്കിൽ. സോ ഇത്രയും സമയം ഈ ബോക്സിനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി ആണ്. നമുക്ക് അതിന്റെ ഫസ്റ്റ് നോക്കുന്നത് മാറ്റ് ഫിനിഷ് ബോക്സ് ആണ് കൊടുക്കുന്നത്. മാറ്റ് ഫിനിഷ് ബോക്സ് ആണ്. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ആൻഡ് ഇന്റീരിയറിനകത്ത് നല്ലൊരു ഇയർബഡ്സ്, രണ്ട് ഇയർബഡ്സ്. ഇറ്റ് ഈസ് ഓൾസോ പ്രീമിയം ലുക്ക് ആണ്. നമുക്ക് യൂഷ്വലി കണ്ടുവരുന്ന ഇയർബഡ്സ് പോലെ ഒരു പ്രീമിയം ടൈപ്പ് നമുക്ക് ഒരു ഒറ്റ നമുക്ക് തോന്നുന്ന ടൈപ്പ് ഇയർബഡ്സ് ആണ്. ടൈപ്പ് ബി USB ചാർജിങ് കൊടുക്കുന്നത്. USB ചാർജർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല ബോക്സിനകത്ത്. അടുത്ത വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി ഒരു ഇയർബഡ്സ് മെയിൻ സാധനമാണ് കംഫർട്ട്. സോ ഐ ഹാവ് യൂസ്ഡ് ഇറ്റ് മെനി ടൈംസ്. അപ്പൊ ഈ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഹൈ എൻഡ് കംഫർട്ട് ഇല്ലെങ്കിലും ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ആവറേജ് ടൈപ്പ് ഓഫ് കംഫർട്ട് ആണ്. നമുക്ക് അങ്ങ് ഹൈ എൻഡ് കംഫർട്ട് തരത്തില്ല. ഇറ്റ് ഈസ് ഗുഡ്. ഒരു എന്നെ പോലെ എന്നെ ഇത്തിരി വലിയ ചെവിയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു ഫിറ്റ് ആണ്. പിന്നെ കംഫർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിൽ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ യു ക്യാൻ യൂസ് ഏതോ ലാർജ് സ്മോൾ ലാർജ് ഇയർബഡ്സ് ഇതിലൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇതിനകത്ത് മീഡിയം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മീഡിയം ഇയർബഡ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ കംഫർട്ട് വൈസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആവറേജ് ടൈപ്പ് കംഫർട്ട് ആണ് കൊടുക്കുന്നത്. അടുത്ത നമുക്ക് മെയിൻലി വേണ്ടത് കണക്ടിവിറ്റി. കാരണം മെനി ഓഫ് ദ ബ്ലൂടൂത്ത് എന്ന് വെച്ചാൽ നമുക്ക് ചീപ്പായിട്ട് ബ്ലൂടൂത്ത് ഇയർബഡ്സിന് മെയിൻ പ്രോബ്ലം ആണ് കണക്ടിവിറ്റിക്ക് വരുന്നത്. ഇതിന്റെ കണക്ടിവിറ്റിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അവരെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഒരുപാട് ഡിവൈസസ് വരും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ പേര് Redmi Earbuds 2C എന്നായിരിക്കും അതിന്റെ പേര് എടുക്കുന്നത്. ആ പേര് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പേര് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് പേര് ആവുന്നതാണ്. ചിലപ്പോൾ ആയില്ലെങ്കിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ആവുന്നതാണ്. പിന്നെ ഇതിന് വേറെ പ്രദേശം നമ്മൾ ഇതിന് ഓട്ടോമാറ്റിക്കലി ഈ ബോക്സിനകത്ത് തിരിച്ച് ഇയർബഡ്സ് വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ട് ആവും. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ഇയർബഡ്സ് വെളിയെടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്ത ഡിവൈസ് വിച്ച് ഈസ് കണക്റ്റഡ് ഏർലി. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഡിവൈസിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നതുമാണ്. സോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതേപോലെ അൺബോക്സിംഗ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ അടുത്ത ഒരു ഇയർബഡ്സിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് സൗണ്ട് ക്വാളിറ്റി. കാരണം സൗണ്ട് ക്വാളിറ്റി ഇതിന് വരുന്നത് അത്ര ഹൈ എൻഡ് സൗണ്ട് ക്വാളിറ്റി വരുന്നില്ല. കാരണം ഇതിനകത്ത് 8nm ഹാർഡ് ഡ്രൈവ് ആണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ലോ ക്വാളിറ്റി സൗണ്ട്. ലോ ക്വാളിറ്റി സൗണ്ട് ഒരിക്കലും 8nm ഹാർഡ് ഡ്രൈവ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി സൗണ്ട്. കാരണം ഇതിനകത്തുള്ള ബാസ് ആയാലും ഹൈസ് ആയാലും ലോസ് ആയാലും എല്ലാം ഒരു ബാലൻസ് ടൈപ്പ് സൗണ്ട് ആണ് വരുന്നത്. യൂഷ്വലി 8nm ഇത്ര കിട്ടത്തില്ല. സോ 8nm വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഹൈ എൻഡ് സൗണ്ട് ക്വാളിറ്റി ആണ്. എന്നുവെച്ചാൽ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി വിത്ത് 8nm ഹാർഡ് ഡ്രൈവ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബെസ്റ്റ്. പിന്നെ അടുത്തപ്പോഴത്തേക്കും നമുക്ക് മെയിൻലി വേണ്ട വേറെ സാധനമാണ് ബ്ലൂടൂത്ത് ആകുമ്പോഴത്തേക്കും ബാറ്ററി കപ്പാസിറ്റി. കാരണം നമുക്ക് ബാറ്ററി കപ്പാസിറ്റി മെയിൻലി നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇതിന്. കാരണം ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കമ്പനികൾ പറയുന്നത് 4 hours നമ്മൾ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് 3.5 അല്ലെങ്കിൽ 3 and 45 minutes അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. എന്നാലും 4 hours കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ചില ഫസ്റ്റ് യൂസിൽ 4 hours ഒക്കെ പോകുന്നുണ്ട്. പിന്നീട് 3.5 അല്ലെങ്കിൽ 3 hours 30 minutes ഒക്കെ പോകുന്നുള്ളൂ. ആൻഡ് എലോങ് വിത്ത് ഇവർ പറയുന്നത് ഇൻസൈഡ് ദ ബോക്സ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ തിരിച്ച് ബോക്സ് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് 12 hours ബാക്കപ്പ് കിട്ടുമെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് കാരണം നമ്മൾ എന്തായാലും ഒരു 3 hours അല്ലെങ്കിൽ 4 hours കണ്ടിന്യൂസ് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. സോ നമ്മൾ ബോക്സിൽ വെച്ചെടുത്ത് ഉപയോഗിക്കുന്നത് ഏതാണ്ട് നമുക്കൊരു 12 hours അല്ലെങ്കിൽ അത് പോകുമായിരിക്കും. യു കനോട്ട് ഡിപ്പെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. സോ അങ്ങനെ ഓവർ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗുഡ്. കാരണം ഇതിന്റെ പ്രൈസ് 1299 Indian rupees ആണ്. mi.com ആമസോണിലും അതാണ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആമസോണിൽ. സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിന് ആ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ എല്ലാം തരുന്നത്. കാരണം പ്രീമിയം ലുക്ക് വരുന്നുണ്ട്, ഗ്രേറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്, പിന്നെ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി, 8nm ഹാർഡ് ഡ്രൈവിൽ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി, പിന്നെ ടച്ച് കൺട്രോൾസ് അങ്ങനത്തെ സാധനങ്ങളില്ല. ഞാൻ ടച്ച് കൺട്രോൾസ് ഇതിന് കൊടുത്തില്ല. ഇതിന് ബട്ടൺ കൺട്രോൾ ആണ്. സിംഗിൾ പ്രസ് ഫോർ പ്ലെയർ പോസ്. പിന്നെ അത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കോൾ എൻ ചെയ്യാം, സിംഗിൾ പ്രസ് കോൾ ആൻസർ ചെയ്യാം, അങ്ങനത്തെ ചില ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് 5.0 ആണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഗെയിമിങ്ങിന് ഇറ്റ് ഈസ് ബെറ്റർ ഓർ നോട്ട്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കരുത്. കാരണം ഗെയിമിങ്ങിന് പറ്റത്തില്ല. ഇറ്റ് വിൽ ലാഗ് ഒരു 1 or 2 seconds. ഞാൻ NFS ഒക്കെ കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഫീൽ ചെയ്തു. എനിക്കൊരു 2 സെക്കൻഡ് ലാഗ് ആയിരുന്നു. ഒരു കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് 2 സെക്കൻഡ് സൗണ്ട് ആയിരുന്നു. അങ്ങനത്തെ ഒരു ലാഗി ഫീലിംഗ് ഇതിൽ വരുന്നുണ്ട്.
സോ ഓവറോൾ വൈസ് ഈ ബഡ്ജറ്റ് റേഞ്ചിലും ഈ ഹാർഡ് ഡ്രൈവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബഡ്ജറ്റ് വേരിയന്റ്, ബഡ്ജറ്റ് ടൈപ്പ് ഒരു ഇയർബഡ്സ് ആണ് തരുന്നത്. സോ ഐ വിൽ റെക്കമെൻഡ് ദിസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഐ ആം റോഹിത്. യു ആർ വാച്ചിങ് Mr. Rubikstech. I will catch you in the next one.